ഹായ് ഫ്രണ്ട്സ്, ഇതിൽ സെക്രട്ടറി അസിസ്റ്റൻറ്റിൻ്റെ നമുക്കിനി എട്ടാമത്തെ പാട്ട്, ഓക്കെ, 9ാമത്തെ പാട്ടല്ല. ഇനി ഇംഗ്ലീഷ് സെഷനും മലയാള സെഷനും കൂടിയേ ബാക്കിയുള്ളൂ ഡിസ്കസ് ചെയ്യാം. മുന്നേയുള്ള ഡിസ്കസ് ചെയ്ത പാട്ടൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്കൊന്ന് അവിടെ നോക്കാം. സോ ഇതിൽ ഇംഗ്ലീഷാണ് കേട്ടോ, 81 മുതൽ 90 വരെയുള്ള ഇംഗ്ലീഷാണ് ഇതിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ എന്താണെന്ന് വെച്ചാൽ ചൂസ് ദി അപ്രോപ്രിയേറ്റ് ഫോം ഓഫ് ദി വേർബ്. അതായത് ഈ കണ്ടീഷണൽ ഒരു സെൻറ്റൻസ് ആണ് തന്നിരിക്കുന്നത്. അതായത് ഓക്കെ, ലതാസ് കരിയർ വുഡ് ഹാവ് ബീൻ റൂയിൻഡ് ഇഫ് ഷീ നോട്ട് പാസ്. ആ നോട്ട് പാസിന് കറക്റ്റ് ആയിട്ടുള്ള ഈഫ് വന്ന് കണ്ടു ഇവിടെ, അത് എന്താണ്, കണ്ടീഷണലാണ്. അപ്പോൾ ഈഫ് ഷീ ഹാഡ് നോട്ട് പാസ്ഡ് കേട്ടോ, ഹാഡ് നോട്ടാണ് വരിക. അപ്പോൾ ഏതാ വരുന്നത്, 3 ഓൺലി 3 ആണ്. ഈ കണ്ടീഷണൽ ക്ലോസിൻ്റെ എല്ലാം മനസ്സിലാക്കുക. കണ്ടീഷണൽ ക്ലോസിൽ നമുക്കിപ്പോൾ വന്നിരിക്കുന്ന ഇവിടെ എന്താ, വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ്, അതും ഹാവും വി വെർബിൻ്റെ തേർഡ് ഫോം വന്നാൽ എന്ത് ചെയ്യണം, പാസ്റ്റ് പെർഫെക്റ്റ് ആയിരിക്കണം, പാസ്റ്റ് പെർഫെക്റ്റ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഈഫ് ക്ലോസും മെയിൻ ക്ലോസും എങ്ങനെയാണ് വരുന്നതെന്നുള്ള എന്ത് ചെയ്യാം, വിത്ത് എക്സാമ്പിൾ ഒന്ന് പഠിച്ചു നോക്കണം. അടുത്തത് ചോദിക്കുന്ന ഒരു ഭാഗമാണിത്. 82ാമത് എന്താ, കറക്റ്റ് ദ സെൻറ്റൻസ് ഷീ മസ്റ്റ് ഐദർ ബി എ നോവലിസ്റ്റ് ഓർ പ്ലേ റൈറ്റ്. ഇതിനെ കറക്റ്റ് ആക്കാനാണ് പറയുന്നത്. അപ്പോൾ ഐദർ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഐദർ വെച്ച് കഴിഞ്ഞാൽ ഷീ മസ്റ്റ് ബി ഐദർ എ നോവലിസ്റ്റ് ഓർ എ പ്ലേ റൈറ്റ്, അത് കറക്റ്റാണ്. ഓക്കെ, ഷീ മസ്റ്റ് ഐദർ ബി എ നോവലിസ്റ്റ് ഓർ ബി എ പ്ലേ റൈറ്റ്, അതും പറയാം. ഐദർ എന്ന് പറയുമ്പോൾ എന്താ, രണ്ടിൽ ഏതെങ്കിലും ഒന്നെന്നാണ്. മൂന്നാമത്തെ പക്ഷേ ഒരു പ്രശ്നമുണ്ട് അതിൽ സെൻറ്റൻസിന്, എന്താ, ഷീ മസ്റ്റ് ബി എ നോവലിസ്റ്റ് ഓർ എ പ്ലേ റൈറ്റ് ഐദർ. ഇത് തെറ്റായുള്ള സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇതിൽ വരുന്ന 1, 2 ശരിയാണ്. 1, 2 ശരിയാണെന്ന് പറയുമ്പോൾ ഓപ്ഷൻ എ ആണ് അപ്പോൾ ഇതിൽ കറക്റ്റായിട്ട് വരുന്നത്. ഇനി ഐഡൻറ്റിഫൈ ദ പ്ലൂറൽ ഫോം. തന്നിരിക്കുന്നതിൽ ഈ 3 എണ്ണത്തിൽ ഏതൊക്കെയാണ് പ്ലൂറൽ ഫോം എന്നുള്ളതാണ്. ഇതൊക്കെ കുറച്ചൊരു ഡീപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഡീപ്പ് എന്ന് വെച്ചാൽ ഇതൊന്നും മുമ്പ് അങ്ങനെ ചോദിച്ചിട്ടില്ല. ഈ ഒരു വേർഡ്സ് ഒന്നും അത്രയൊന്നും കണ്ടിട്ടില്ല. ഇതിൽ 3 എന്താണ്, ഓൾ ഓഫ് ദി എബോവ് ആണ്. 3 പ്ലൂറൽ ഫോമാണ്. ഇതിൽ ഓരോന്നായിട്ട് ഞാൻ പറയാം. ആദ്യത്തെ സിനോപ്സിസ് എന്ന് വെച്ചാൽ വേർഡ്, പ്ലൂറൽ വേർഡ് ഓഫ് ദ വേർഡ് സിനോപ്സിസ് എന്നുള്ളതിൻ്റെ സിംഗുലറിൻ്റെ പ്ലൂറലാണ് ഇത്, സിനോപ്സസ്. ഓക്കെ, സിനോപ്സിസ് എന്നുള്ളതിൻ്റെ പ്ലൂറലാണ് സിനോപ്സസ്. അതാണ് ഇവിടെ തന്നിട്ടുള്ളത്. എന്താണ് ഈ എപ്പോഴും വേർഡ് പഠിക്കുമ്പോൾ അതിൻ്റെ സ്പെല്ലിങ് മാത്രം നോക്കിയാൽ പോരാ, അതിൻ്റെ മീനിങ് എന്താണെന്നുള്ളത് നോക്കണം. ഈ സിനോപ്സിസ് എന്ന് വെച്ചാൽ എന്താ, ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ എന്നാണ് അർത്ഥം, ചെറിയ സമ്മറി, ചുരുക്കത്തിൽ എന്നുള്ളതാണ് സിനോപ്സിസ് എന്നുള്ളതിൻ്റെ മീനിങ്. അടുത്ത രണ്ടാമത്തെ തന്നിരിക്കുന്നത് എന്താ, പാപ്പരാസിയോ സിംബോസിയോ ആണ് പിന്നെ തന്നിട്ടുള്ളത്. അതിൽ പാപ്പരാസിൻ്റെ പ്ലൂറലാണ് പാപ്പരാസോ കേട്ടോ. അത് പാപ്പരാസോ. ഇതിൽ പ്ലൂറൽ ഫോം 83ലെ പ്ലൂറൽ ഫോം അല്ലേ, 83ൽ നമുക്ക് ടി ഒന്ന് നോക്കട്ടെ. 83ൽ ഡി ആണ് കേട്ടോ, എല്ലാം പ്ലൂറലാണ്. പാപ്പരാസിൻ്റെ പ്ലൂറൽ സിംഗുലർ ഫോമാണ് ഇത്, പാപ്പരാസോ അല്ലെങ്കിൽ പാപ്പരാസ. അത് വുമണ് മെന്നിന് വേറെ തന്നെ പറയാം. പാപ്പരാസി എന്താണെന്ന് അറിയാമല്ലോ, ഈ ഫോട്ടോഗ്രാഫേഴ്സിന് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഉള്ള ഫോട്ടോഗ്രാഫേഴ്സിന്, പ്രത്യേകിച്ചും ഈ സെലിബ്രിറ്റീസിനൊക്കെ അവരുടെ ലൈഫിലെ എന്താണ് പ്രൈവറ്റ് മൊമെൻറ്റ്സ് ഒക്കെ എടുക്കുന്ന അങ്ങനെയുള്ള ഒരു ഫോട്ടോഗ്രാഫേഴ്സിനാണ് നോർമലി പാപ്പരാസി എന്ന് പറയുന്നത്. അടുത്തത് സിംബോസിയ എന്നുള്ളത് സിംബോസിയം എന്നുള്ളൊരു എന്താണ് സിംഗുലർ ഫോം എന്നാണ് വരുന്നത്, സിംബോസിയം. അതിൻ്റെ പ്ലൂറലാണ് സിംബോസിയ അല്ലെ സിംബോസിയംസ് കേട്ടോ. ഈ സിംബോസിയം എന്ന് വെച്ചാൽ എന്താണ്, ഒരു ഫോർമൽ മീറ്റിംഗ് ഓർ കളക്ഷൻ ഓഫ് ആർട്ടിക്കിൾ, അതാണ് സിംബോസിയം എന്ന് ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ മീനിങ്. 84 എന്താ പറയുന്നത് വെച്ചാൽ വേർഡ് ഓപ്പോസിറ്റ് ടു ദ വേർഡ് ഇറ്റാലിക്സ് തന്നിരിക്കുന്ന എൻഡോ. ദ ഗ്രേറ്റസ്റ്റ് ഏബിൾ വിച്ച് ഫോർച്യൂൺ ആൻഡ് ഇൻഫ്ലിക്റ്റ് മാനേജ് ടു എൻഡോ ദം വിത്ത് സ്മോൾ ടാലൻസ് ആൻഡ് ഗ്രേറ്റ് ആംബിഷൻ. എൻഡോ എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് വേർഡാണ് ചോദിച്ചിരിക്കുന്നത്, ഡൈവേസ്റ്റ് കേട്ടോ. എൻഡോ എന്നതിൻ്റെ ഓപ്പോസിറ്റ് മീനിങ് ഡൈവേസ്റ്റ് എന്നാണ്. ഓപ്ഷൻ ഏതാ, 2 ആണ്, ഓപ്ഷൻ ബി ആണ്. എൻഡോ എന്നുള്ളതിന് എൻ്റെ മീനിങ് എന്താ, എൻഡോ എന്ന് വെച്ചാൽ പ്രൊവൈഡ് വിത്ത് ക്വാളിറ്റി അബിലിറ്റി. ഓക്കെ, പ്രൊവൈഡ് ചെയ്യുക, സപ്ലൈ ചെയ്യുക, കൊടുക്കുക, ആ ഒരു രീതിക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുക എൻഡോ എന്ന് പറയുന്നത്. പക്ഷേ ഡൈവേസ്റ്റ് എന്ന് വെച്ചാൽ എന്താ, ടേക്ക് അവേ എന്നുള്ള അതിൻ്റെ അർത്ഥം. ഓക്കെ, എസ്പെഷ്യലി ഒരു കാര്യം തിരിച്ചെടുക്കുക, അതിനാണ് ഡൈവേസ്റ്റ്. ഇപ്പോൾ 2 ഓപ്പോസിറ്റ് മീനിങ് ആണ്. 85ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ്സ് സിനോണിംസ് ഓഫ് ദ വേർഡ് ഔട്ട് അറ്റ് എൽബോസ് എന്നുള്ള ഇഡിയംസിൻ്റെ മീനിങ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഔട്ട് അറ്റ് എൽബോസ് എന്താ, ഔട്ട് അറ്റ് എൽബോസ് വെച്ചാൽ പോവർട്ടി, ശരിക്കും പറഞ്ഞാൽ പാവപ്പെട്ട കേട്ടോ, പുവർ എന്നുള്ളതാണ് മീനിങ്. അതിൻ്റെ സിനോണിം എന്ന് പറയുമ്പോൾ പെനൂറിയസും വരും, അതേപോലെ ഇമ്പോവരിഷനും വരും. ഗിൽറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, ഗിൽറ്റി, കുറ്റബോധം, ഗിൽറ്റി. അതല്ല, ഇത് പെനൂറിയസ് ഇമ്പോവരിഷോ ഓൺലി 1 and 3 ആണ്, ഓപ്ഷൻ സി.
അതായത് ഔട്ട് അറ്റ് എൽബോസ് എന്നുള്ളതിൻ്റെ മീനിങ് വിയറിങ് ക്ലോസ് ദാറ്റ് ആർ വോൺ ഔട്ട് ഓർ പുവർ എന്നാണ് ഔട്ട് അറ്റ് എൽബോസിൻ്റെ. അതായത് അതിൻ്റെ പെനൂറിയസ് എന്നുള്ള അതേ മീനിങ് തന്നെയാണ്. പെനൂറിയസ് എന്ന് വെച്ചാൽ എക്സ്ട്രീംലി പുവർ, പാവപ്പെട്ട, പോവർട്ടി, ഡെസ്റ്റിറ്റ്യൂട്ട്, ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കണേ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് വേർഡ്. അതേപോലെ ഇമ്പോവറിഷ്ഡ് എന്ന് വെച്ചാൽ എന്നോ അതും അതേ മീനിങ് ആണ്, പുവർ, പെന്നീലെസ്, പെനൂറിയസ്, ഡെസ്റ്റിറ്റ്യൂട്ട്, ഇൻഡിജൻറ്റ്, ഇതൊക്കെ പാവപ്പെട്ട എന്നുള്ള അതേ മീനിങ് വരുന്നതാണ്. 86 ടേൺ ഇൻ ടു പാസീവ് വേർഡ്സ്, പാസീവിലേക്ക് മാറ്റാണ് കൂടുതലായിട്ട് പറഞ്ഞത്. ഷീ നോസ് ദ മ്യൂസീഷ്യൻ പേഴ്സണലി. അതിൻ്റെ പാസീവ് എന്താ? ദ പേഴ്സൺ ഈസ് ദ മ്യൂസീഷ്യൻ ഈസ് പേഴ്സണലി നോൺ ടു ഹർ. അതാണ് അതിൻ്റെ പാസീവ്. 86 എ ആണ്. എ അല്ലേ, നോക്കട്ടെ, എ ആണ്. 86 ഓപ്ഷൻ എ ആണ്. ഓൺലി 1 ആണ് കേട്ടോ. പാസീവ് വോയിസിലേക്ക് മാറ്റാനാണ്. 87 ഇൻഡയറക്റ്റ് സ്പീച്ച് എല്ലാം വരുന്നുണ്ട്. ഇംഗ്ലീഷിൽ ഏകദേശം ഗ്രാമറ്റിക്കൽ പാർട്ടിൽ മൊത്തം വരുന്നുണ്ട്. ഹി ഹാസ് ടു സൈ ടു മീ ഐ ഹാവ് എ ബൈസിക്കിൾ. ഹി ഹാസ് സൈ ടു മീ ഐ ഹാവ് എ ബൈസിക്കിൾ. അതിനെ ഇൻഡയറക്റ്റിലേക്ക് മാറ്റാനാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാവും ഇത്? ഹി ഹാസ് ടോൾഡ് മീ ദാറ്റ് ഹി ഹാസ് എ ബൈസിക്കിൾ. ഓക്കെ, ഏതാ? 2 ആണ് വരിക. 87 നോക്കട്ടെ. 87 ചില കീകളൊക്കെ കറക്റ്റ് നോക്കണം. 87 ബി ആണ് കറക്റ്റ്. ഹി ഹാസ് ടോൾഡ് മീ ദാറ്റ് ഹി ഹാസ് എ ബൈസിക്കിൾ. അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ വിത്ത് റിഗാർഡ്സ് സെനൻസ്. സെനൻസുമായിട്ട് ബന്ധപ്പെട്ട് കറക്റ്റായിട്ടുള്ള ഏതാണെന്നുള്ള. വാക്ക് ക്വിക്ക്ലി ഓർ യു വിൽ നോട്ട് റീച്ച് ദ റെയിൽവേ സ്റ്റേഷൻ ഇൻ ടൈം. ഈ സെൻറ്റൻസ് എങ്ങനത്തെ സെൻറ്റൻസ് ആണെന്ന് ചോദിക്കുന്നത്. ഒന്നാമത്തെ പറഞ്ഞാൽ സെൻറ്റൻസ് ഹാസ് 2 മെയിൻ ക്ലോസ്. അത് ശരിയാട്ടോ. വാക്ക് ക്വിക്ക്ലി എന്നുള്ളത് ഒരു സെൻറ്റൻസ് ഉണ്ട്. യു വിൽ നോട്ട് റീച്ച് ദ റെയിൽവേ സ്റ്റേഷൻ എന്നുള്ളത് അടുത്തൊരു സെൻറ്റൻസ് ആണ്. ഇനി ദ സെൻറ്റൻസ് ഈസ് എ കോമ്പൗണ്ട് സെൻറ്റൻസ്. ശരിയാണ്, 2 മെയിൻ ക്ലോസ് ചേർന്നാണ് കോമ്പൗണ്ട്. അതും ശരിയാണ്. അപ്പോൾ 1, 2. ദ സെൻറ്റൻസ് ഈസ് കോംപ്ലക്സ് അല്ല. അപ്പോൾ 1ഉം 2ഉം ആണ് ഇതിൽ ശരി. ഓപ്ഷൻ സി ആണ്. കോമ്പൗണ്ട് സെൻറ്റൻസ് വെച്ചാൽ എന്താ? 2ഓ അതിലോ മെയിൻ ക്ലോസുകൾ ഉൾപ്പെടുന്ന സെൻറ്റൻസ് ആണ് കോമ്പൗണ്ട് സെൻറ്റൻസ്. നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്ന പോലത്തെ. കോംപ്ലക്സ് എന്ന് വെച്ചാൽ ഒരു മെയിൻ ക്ലോസിൽ 1ഓ അതിലേതുമോ സബോർഡിനേറ്റ് ക്ലോസും ഉണ്ടാവും ഉള്ള സെൻറ്റൻസ് ആണ് ഏത്? കോംപ്ലക്സ് സെൻറ്റൻസ് കേട്ടോ. മെയിൻ ക്ലോസും ഉണ്ടാവും, 1ഓ അതിലധികമോ സബോർഡിനേറ്റ് ക്ലോസും ഉണ്ടാവും. 89 ആകുമ്പോൾ യു ഫൈൻഡ് 1 വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ എ പേഴ്സൺ ഹൂ ഹേറ്റ്സ് ആൻഡ് അവോയ്ഡ്സ് അതർ പീപ്പിൾ. മറ്റുള്ളവർ വെറുക്കുന്നതിനെ പറയുന്ന പേരെന്താ? മിസാൻത്രോപ്പ്. ഓക്കെ. ആന്ത്രപ്പോളജിസ്റ്റ് എന്ന് വെച്ചാൽ എന്താ? ആന്ത്രപ്പോളജിസ്റ്റ് എന്ന് വെച്ചാൽ മനുഷ്യവംശത്തെ പറ്റി പഠിക്കുന്ന ആളാണ് ആന്ത്രപ്പോളജിസ്റ്റ്. ഫിലാന്ത്രോപ്പിസ്റ്റ് എന്ന് വെച്ചാൽ എന്താ? മനുഷ്യസ്നേഹിയാണ്. ഓക്കെ, മനുഷ്യസ്നേഹി. ഇതിന് മിസാൻത്രോപ്പിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഫിലാന്ത്രോപ്പിസ്റ്റ്. അപ്പോൾ ഇതിൽ 3 ആണ് കേട്ടോ. നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 89. 90 ഐഡൻറ്റിഫൈ ദ റോങ്ലി സ്പെൽഡ് വേർഡ്. താഴത്തെ നിലയിൽ റോങ്ലി സ്പെൽഡ് ഏതാ വരിക? നാർസിസ്റ്റ് റോങ്ലി ആണ്, നോസിയസും റോങ്ലി ആണ്. അതിൽ വാക്കും ശരിയാണ്, കറക്റ്റായിട്ടുള്ള സ്പെല്ലിംഗ് ആണ്. വാക്കോട്ടൊക്കെ ചോദിക്കാറുണ്ട്. ഇതിൽ 1, 3 ആണ് ഏത്? ഓപ്ഷൻ സി. 1, 3 തെറ്റാണ് സ്പെല്ലിങ്. നാർസിസ്റ്റിൻ്റെ സ്പെല്ലിംഗ് നോക്കി നിങ്ങൾ ഇതിങ്ങനെയാണ് വരും കേട്ടോ. നാർസിസ്റ്റ്. സിസ് ഇവിടെ നിന്ന് വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് പഠിക്കണം. ആദ്യം നാർസിസ്, പിന്നെന്താണ്? സിസ്റ്റ്. ഇത് രണ്ടും കൂടി ചേർന്നാണ് നാർസിസ്റ്റ്. നാർസിസ്റ്റ് എന്ന് വെച്ചാൽ എന്താ? സമ്മൺ ഇത് ചോദിക്കാറുണ്ട് കേട്ടോ. ഇതിൽ നാർസിസ്റ്റ് 1 വേർഡിലൊക്കെ ചോദിക്കാറുണ്ട്. സമ്മൺ ഹു ഹാസ് എൻ എക്സസീവ് ഇൻട്രസ്റ്റ് ഇൻ ദംസ്. സ്വയം ഭയങ്കരമായിട്ട് താല്പര്യമുള്ളൂ, സ്വന്തം കാര്യം മാത്രം നോക്കി നടക്കുന്ന ആൾ, അതാണ് നാർസിസ്റ്റ്. അടുത്തത് നോസിയസ്. നോസിയസ് എന്ന് വെച്ചാൽ SEOUS ആണ് കേട്ടോ. NAUSEOUS. നോസിയസ് എന്ന് വെച്ചാൽ എന്താ? ഛർദ്ദിക്കാൻ വരുന്ന ഒരവസ്ഥയാണ് നോസിയസ്. അഫ്ലിക്റ്റഡ് വിത്ത് നോസിയ. ഓക്കെ, അതാണ് 90 ക്വസ്റ്റ്യൻസ്. ഇനി നമുക്ക് ഈ ഒറ്റ പാട്ടേ ഇനി ബാക്കിയുള്ളൂ, മലയാള പാട്ട്. 91 മുതൽ 100 വരെയുള്ള മലയാളം ക്വസ്റ്റ്യൻസ് മാത്രമേ ഇതിനെ ഡിസ്കസ് ചെയ്യാനുള്ളൂ. ഓക്കെ, അത് നമുക്ക് അടുത്തൊരു പാട്ടിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ബൈ.